ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. പ്രേം നസീർ സോസയുടെ 6ാമത് അവാർഡ് നടക്കുകയാണ്. എന്ത് ഫീൽ ചെയ്യുന്നു? എനിക്ക് വളരെ സന്തോഷം. കാരണം വെച്ചാല് 5ാമത്തെ അവാർഡില് എനിക്കൊരു ശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു വേദി ഞാൻ പങ്കിട്ട ഒരാളാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു വേദിയിൽ എന്നെ പ്രത്യേകിച്ച് വിളിച്ചത് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വാങ്ങിക്കാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും പ്രേം നസീർ സാറിന്റെ പേരിലുള്ള ഒരു ഫംഗ്ഷനില് വേദിയിൽ നമ്മൾ ചെന്നപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് എന്നെ ബാദുഷാ വിളിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബംഗാൾ ഗവർണർ പ്രേം നസീറിനെ കുറിച്ച് ഇപ്പോ ഞങ്ങളുടെ പ്രായത്തൊന്നും കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി. അത് കേട്ടപ്പോ സാറിന് എനിക്ക് പക്ഷേ അദ്ദേഹം പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഭാഗ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ നേരിൽ കണ്ടിട്ടുമുണ്ട്. അടുത്ത പ്രോജക്റ്റ് ഏതൊക്കെയാണ്? അടുത്ത് ഇപ്പോൾ കുറെ സിനിമകൾ, ഇപ്പൊ ഞാൻ സീരിയൽ അഭിനയം തൽക്കാലം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സിനിമ കുറെ നല്ലപോലെ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. ഇപ്പൊ അടുത്ത സിനിമ എന്ന് പറയുന്നത് തവളകൾ സിനിമയിലെ ഒരു കഥാപാത്രം, ഒരു തവളയാണ് ഞാൻ. അപ്പൊ നല്ല രസമുള്ളൊരു സിനിമയാണ്. കുറെ നടന്മാരുണ്ട്. അതില് സസ്പെൻസ് ആണ് ഇപ്പൊ പറയുന്നില്ല. രസകരമായ ഒരു പടം. ഞാൻ സാറിനെ ഒരു 6 വർഷം മുമ്പ് ഓർമ്മ എന്ന ഫിലിമിന്റെ ലൊക്കേഷനില് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ 5ാം വർഷമായിട്ട് ഫേസ്ബുക്ക് ഇന്ന് യാദൃശ്ചികമായിട്ട് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോ ഇന്ന് അത് വന്നിട്ടുണ്ട്. 5 വർഷമായി. കുറെ വർഷമായി. ശരി, 5-6 വർഷമായി അല്ലേ? അതെ, ഓർമ്മ നല്ല കഥാപാത്രമായിരുന്നു. എന്റെ ചെറിയ കഥാപാത്രമായിരുന്നു, പക്ഷെ ഉള്ളത് നല്ല കഥാപാത്രമായിരുന്നു. അതിനുശേഷം കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു സർ.